അതുകൊണ്ട് ചില സെൻസേഷണൽ കേസുകളിൽ കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളിൽ പോലീസ് 90 ദിവസത്തിന് മുമ്പ് തന്നെ ചാർജ് കൊടുക്കുകയും അതിൻ്റെ വിചാരണ തുടരുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി റിപ്പോർട്ടഡ് കേസുകളുണ്ട്. അപ്പോൾ ഈ കേസിലും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പോലീസിന് ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 30-35 ദിവസത്തിനകത്ത് തന്നെ ഈ കേസ് ചാർജ് കൊടുക്കാൻ പറ്റും. കോടതി അതേപോലെ വിജിലൻ്റ് ആയാൽ ഒരു 40-50 ദിവസത്തിനകം തന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. നമസ്കാരം. ഈ നഗരമധ്യത്തിലാണ് ഈ കൊലപാതകം നടന്നത് അല്ലേ? അത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പലപ്പോഴും തിരുവനന്തപുരം ആയാലും മറ്റു നഗരമധ്യങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഈ ഗുണ്ടാവിളയാട്ടം വളരെ കൂടുതലാണെന്നുള്ളതിൻ്റെ തെളിവൊന്ന്. അതുപോലെ തന്നെ പരോളിലിറങ്ങിയിട്ടുള്ള പ്രതികളാണ് ഇത് ചെയ്തതെന്ന്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ദുരൂഹത സൃഷ്ടിക്കുകയും ഒരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നില്ലേ? തീർച്ചയായും. ഈ കേസിലെ പ്രതികൾ പരോളിലല്ല, അവർ ബെയിലിറങ്ങിയ പ്രതികളാണ്. നമ്മൾ ഈ പരോള് കിട്ടുന്ന പ്രതികളെന്ന് പറഞ്ഞാൽ ശിക്ഷിച്ച ശേഷമാണ് പരോളിൻ്റെ പ്രസക്തി വരുന്നുള്ളൂ. ഇതിപ്പോൾ ഇവർ ബെയിലിൽ നിൽക്കുന്ന പ്രതികളാണ്. എനിക്ക് തോന്നുന്ന ബെയിൽ കൊടുക്കുമ്പോൾ തന്നെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. ഈ കേസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ നേരത്തെ ഈ കേസ് ഒരു മർഡർ കേസിൽ പ്രതികളായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ബെയിൽ ക്യാൻസൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നഗരമധ്യത്തിലെന്ന് പറയുമ്പോൾ ഇപ്പം നടന്ന പ്രദേശം, അതായത് കരമന, നെടുങ്കാട്, ആ പ്രദേശങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുണ്ടകളുടെ ഒരു വിളയാട്ട പ്രദേശമായി. അവിടെ അറിയപ്പെടുന്ന ഗുണ്ടകളുണ്ടായിരുന്നു. രവി, കണ്ണൻ, അതുപോലെ വേറെ 3-4 പേരുകൾ എനിക്ക് ഓർമ്മ വരുന്നു. അത്തരത്തിൽ അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കേസിൽ പ്രതികളാവുകയും പിന്നെ അവരെ മറ്റു ഗുണ്ടകൾ കൊല ചെയ്യുകയും ചെയ്ത ഒരു പ്രദേശമാണ് ഈ നെടുങ്കാട് കരമന. ഇപ്പം നമ്മൾ നടന്നെന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ആറ്റുകാലിൻ്റെ നേരെ കിഴക്ക് വശത്തായിട്ട് വരും. അപ്പം ആ പ്രദേശത്തൊക്കെ കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു പഴയ ഗുണ്ടകളിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ മയക്കുമരുന്നുകൾ ഈ പ്രതികളെ കൂടുതൽ ഇത്തരത്തിലുള്ള കേസുകൾ ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്ര മനുഷ്യത്വരഹിതമായ രീതിയിൽ കൊല നടത്താൻ അവർക്കൊണ്ട് കഴിയില്ല. ഇതിൻ്റെയൊക്കെ ഈ ലഹരിയുടെ അടിമയായതിനു ശേഷം മാത്രമേ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ഇഷ്യൂസ് അല്ലേ, ഒരു ബാറിൽ ചെന്നിട്ടെന്താ വഴി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കൊലയ്ക്ക് തന്നെ ഒരു കാരണം മോട്ടീവ് വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. കാരണം ലാ ആൻഡ് ഓർഡർ ഇപ്പോൾ വളരെ എഫക്റ്റീവായി നടക്കുന്നില്ലെന്ന് കഴിഞ്ഞ കുറേ കൊല്ലമായി, കഴിഞ്ഞ ഏതാണ്ട് 6-7 കൊല്ലമായിട്ട് ലാ ആൻഡ് ഓർഡറിൽ ഒരുപാട് ഫെയില്യൂറുണ്ട്. അത് നല്ല രീതിയിൽ എഫക്റ്റീവായാൽ മാത്രമേ ഇത്തരം ഗുണ്ടകളെ അമർച്ച ചെയ്യാനും കൊലപാതകങ്ങൾ നിയന്ത്രിക്കാനും ലാ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുള്ളൂ. ഇത് ഈ നഗരത്തിൽ മാത്രമല്ല സർ, കൊച്ചിയിലും എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പോലീസ് വളരെ എഫക്റ്റീവായിരുന്നു. കേരള പോലീസിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പല കേസുകളും വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ അന്വേഷണം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഗുണ്ടകളുടെ കാര്യങ്ങൾ വരുമ്പോൾ പോലീസിന് അമാന്തം കാണിക്കുന്നുള്ളതിനെക്കുറിച്ച് അതൊന്ന് വളരെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താ കാരണം? പൊളിറ്റിക്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരം പ്രതികളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിന് മുമ്പ് തന്നെ പോലീസ് ചാർജ് കൊടുക്കണം. ചാർജ് കൊടുത്ത് വിചാരണ നേരിട്ട് അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും പുതിയ തലമുറയിലേക്ക് പോവുക. അടുത്ത തലമുറ ഇത് കണ്ടാൽ വളരുന്നേ. അപ്പോൾ അതിന് നിയന്ത്രണം വേണ്ടേ? നമുക്ക് ലാ ആൻഡ് ഓർഡർ ഉണ്ട്, സർക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കോടതിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ സാറ് സൂചിപ്പിച്ച പോലെ ഒരു തുടർക്കഥയായിട്ട് നടക്കുകയല്ലേ. ഈ 90 ദിവസത്തിനകം ചാർജ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുത് കൂടുതലാണ്. അല്ല, CRPCയിൽ ഒരു പ്രൊവിഷനുണ്ട്. അത് പ്രതികളെ, അതായത് വളരെ ഗ്രേവായിട്ടുള്ള ഒഫൻസ് 90, കുറച്ച് ഗ്രാവിറ്റി കുറഞ്ഞ കേസിന് 60 ദിവസത്തിനകം ചാർജ് കൊടുക്കണമെന്നാണ്. കൊടുത്തില്ലെങ്കിൽ അതൊരു റൈറ്റായിട്ട് പ്രതിക്ക് കോടതിക്ക് ആവശ്യപ്പെടാം, എനിക്ക് ജാമ്യം തരണം, ചാർജ് ചെയ്തൊരിക്കലും ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റാണത്, ലീഗലായിട്ടുള്ള റൈറ്റാണ്.
അത് അവർക്ക് അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം, ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് മിക്കവാറുമുള്ള കോടതിയിൽ പരിഗണിക്കുകയും ചെയ്യും. കാരണം അതൊരു റൈറ്റല്ലേ, പ്രതിയുടെ ഒരു റൈറ്റായിട്ട് അത് കാണും. അതുകൊണ്ട് ചില സെൻസേഷണൽ കേസുകളിൽ കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളിൽ പോലീസ് 90 ദിവസത്തിന് മുമ്പ് തന്നെ ചാർജ് കൊടുക്കുകയും അതിൻ്റെ വിചാരണ തുടരുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി റിപ്പോർട്ടഡ് കേസുകളുണ്ട്. അപ്പോൾ ഈ കേസിലും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൽ തുടർന്ന് എങ്ങനെയായിരിക്കാം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നത്? കാരണം ഇത് വളരെ ഇതിലിപ്പോൾ സാറേ, ഇത് പോലീസിന് വളരെ ഈസിയായിട്ട് ഒരു 30-35 ദിവസത്തിനകം തന്നെ ചാർജ് കൊടുക്കാൻ പറ്റും. എന്താ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നത് വളരെ അടുത്ത കാലത്ത് സംഭവം 2-3 ദിവസമല്ലേ ആയുള്ളൂ. പ്രതികളെല്ലാവരെയും പിടിച്ചു. റിക്കവറി ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസൊക്കെ അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടാവും. ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എനിക്ക് തോന്നുന്നത് കമ്പിയും അതുപോലെ കല്ല്, സിമൻറ്റ് കട്ട, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അത്തരം മെറ്റീരിയൽസൊക്കെ ഉടനെ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരുടെ 27 റിക്കവറി എടുക്കാൻ പറ്റും. അവരുടെ മൊഴി ചോദ്യം ചെയ്യുമ്പോൾ അവരൊരു കൺഫെഷൻ വരും, ഇന്നടുത്താണ് കിടക്കുന്നത് അവർ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട. അതിൽ ബ്ലഡ് സ്റ്റെയിൻ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലബോറട്ടറിയിൽ അയച്ച് ടെസ്റ്റ് നടത്തി മരിച്ച ആളിൻ്റെയും ഈ ബ്ലഡ് ഒന്നാണോ എന്ന് നോക്കണമല്ലോ. സയൻറ്റിഫിക്കായിട്ട് അത് പ്രൂവ് ചെയ്താൽ കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചാർജ് കൊടുക്കാൻ പറ്റും. കാരണം ഇത് കണ്ട ആൾക്കാരുണ്ട്, കൂടാണ്ട് തന്നെ CCTV ദൃശ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എനിക്ക് തോന്നുന്നു, ചെയ്യുന്ന പ്രവൃത്തികൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ക്യാമറയിൽ പകർത്തുന്നു, ഈ മൊബൈൽ ഫോണിൽ പകർത്തുന്ന ഒരു രീതിയുണ്ട്. ഇത് ഒരു തരം എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു എന്താ പറയുക മെൻ്റലായിട്ടുള്ള ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ മോഡസ് ഓപ്പറാൻഡി ഒരുപോലെ നേരത്തെ ചെയ്ത കേസിൽ ഇതേപോലെ ചെയ്തിരിക്കുന്നത്. ഇതിലും അതേപോലെ തന്നെയാണ്. വലിയ ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. മറ്റേ കേസിലും അങ്ങനെയാണല്ലോ. ശരീരത്തിൽ ഈ എനിക്ക് തോന്നുന്നു ഞരമ്പ് മുറിക്കുക, അത്തരത്തിലുള്ള ഇതിലാണ്. അതും എനിക്ക് തോന്നുന്നത് ഇതേപോലെ കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊല ചെയ്യാനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കേസ്, ഈ പ്രതികളിൽ ഉൾപ്പെട്ട കേസ്. പോലീസ് ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 30-35 ദിവസത്തിനകത്ത് തന്നെ ഈ കേസ് ചാർജ് കൊടുക്കാൻ പറ്റും. കോടതി അതേപോലെ വിജിലൻ്റ് ആയാൽ ഒരു 40-50 ദിവസത്തിനകം തന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അത്ര നേരത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല കേസുകളിലും അങ്ങനെ സംഭവിക്കും. കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് എന്താ പറയുക, കോടതി വിജിലൻ്റ് ആവണമെന്നേ ഉള്ളൂ. കാരണം മറ്റ് കേസുകൾ പെൻഡിങ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ജുഡീഷ്യൽ ഓഫീസർ മേലധികാരികളിൽ നിന്ന് പ്രത്യേക സാങ്ഷൻ വാങ്ങിച്ചിട്ട് ഈ കേസ് വിചാരണ കണ്ടിന്യൂ ചെയ്യാൻ ഹൈക്കോടതിയിൽ നിന്ന് രജിസ്ട്രാറിൽ നിന്നൊക്കെ പ്രത്യേക സാങ്ഷൻ വാങ്ങി ചെയ്യാൻ പറ്റും. ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. അതെ. അത് എന്താണ് അങ്ങനെ ഒരു വീഴ്ച കാണുന്നത്? വീഴ്ച ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ പോലീസിൻ്റെ ഈ എന്താ പറയുക വാഹനങ്ങൾ കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിന് ഏതാണ്ട് 10-30 വാഹനങ്ങൾ കിടക്കുക. പെട്രോളില്ല, ഡീസലില്ലാത്തതിൻ്റെ കുഴപ്പം. ഡീസൽ അടിക്കാൻ സർക്കാർ പൈസ കൊടുക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി. പിന്നെ ഇതെങ്ങനെ പെട്രോളിംഗ് നടത്തും പോലീസ്? ലാൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പെട്രോളിംഗ് നടത്തണ്ടേ? റോഡിൽ കൂടി പോലീസ് പോയി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വാഹനം വേണ്ടേ? ആ വാഹനങ്ങൾ ഓടാനുള്ള ഡീസൽ കിട്ടുന്നില്ല. നേരത്തെ ഡീസൽ അടിച്ചതിൻ്റെ പൈസ പോലും പമ്പുകാർക്ക് കൊടുക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി. അതുകൊണ്ട് അവർ ഡീസൽ കൊടുക്കാത്തത്. അത്ര വാഹനങ്ങൾ കമ്മീഷണർ ഓഫീസിൽ കിടക്കുക, കൊച്ചി കമ്മീഷണർ ഓഫീസിൽ കിടക്കുന്നതെന്നാണ് പത്രത്തിൽ ഞാൻ കണ്ടത്. 2 ദിവസം മുമ്പത്തെ വാർത്തയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ലാൻഡ് ഓർഡർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് സർക്കാർ അതിൻ്റേതായ രീതിയിൽ തന്നെ സൂക്ഷ്കാന്തി കാണിക്കണം. പോലീസ് അവരുടെ സ്വന്തം വാഹനം കാണില്ലല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം. ഇപ്പോൾ എനിക്ക് തോന്നുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നോ സർക്കാരും ഫേസ് ചെയ്യുന്നതല്ലേ. അല്ല, അങ്ങനെ വരുമ്പം നാട്ടിലെ ക്രമസമാധാന നിലയിൽ പ്രശ്നം ഉണ്ടാകും. തീർച്ചയായും 100%. അത് ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. ഈ ശക്തമായ ഒരു പട്രോളിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഭവം മാക്സിമം ഒഴിവാക്കാമായിരുന്നു. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗത്തല്ലേ നടന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു റോഡാണ്. ഒരുപാട് ആൾക്കാർ കിഴക്ക് ഭാഗത്തുനിന്ന് അമ്പലത്തിലേക്ക് ഡെയിലി വരുന്നുണ്ട്.
അപ്പോൾ അവിടെ അവരുടെ എപ്പോഴും പോലീസിൻ്റെ ഒരു ശ്രദ്ധ വേണം ആ റോഡിൽ. അത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. പണ്ടങ്ങനെയല്ലോ, സാറിന് അറിയാമല്ലോ, നമുക്ക് നമ്മുടെ റോഡിൽ ഇറങ്ങി എപ്പോഴും വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, രാത്രിയും കറങ്ങും. ഇപ്പോൾ അതൊന്നും ഇല്ല. പക്ഷേ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പോലീസ് വളരെ എന്താ പറയുക, എവിടെയോ അവരുടെ കൈകൾ കെട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലോ സാധാരണ പോലീസ് വളരെ വിജിലൻ്റാണ്. കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനേക്കാൾ വളരെ ബെറ്ററാണ് നമ്മുടെ അനുഭവത്തിൽ. അപ്പോൾ നമ്മുടെ സിറ്റി തന്നെ, അതായത് ക്യാപിറ്റൽ തലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ലാൻഡ് ഓർഡറിൻ്റെ ഫെയില്യൂർ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫെയില്യൂർ. ഞാൻ വ്യക്തിപരമായി പറയുകയല്ല. ലാൻഡ് ഓർഡർ എപ്പോഴും ഒരു സംസ്ഥാനത്തിന് എപ്പോഴും ലാൻഡ് ഓർഡറാണ് മെയിനായിട്ട്. അതും ഭരണസിരാ കേന്ദ്രത്തിൻ്റെ കീഴിൽ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു 6-7 വയസ്സുള്ളൊരു പെൺകുട്ടി രാത്രി 12 മണിക്ക് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കൂടെ പോകാനുള്ള ധൈര്യം കാണിക്കണ്ടേ? അങ്ങനെ ഒരു കുട്ടിക്ക് പറ്റുമോ? ഒരു പ്രായമായ അമ്മയ്ക്ക് പോലും പോകാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത്. അതാണ് ലാൻഡ് ഓർഡറിൻ്റെ ഫെയിലിയർ എന്ന് പറയാൻ കാര്യം. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കൊണ്ടെത്തിക്കണം ഗവൺമെൻറ്. ഏത് രാത്രിയിൽ എപ്പോഴും ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാനുള്ള, ഭയമില്ലാതെ നടക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് വേണം. എങ്കിൽ മാത്രമേ ആ സംസ്ഥാനത്തിന് ശരിക്കും ഭരണമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയാം, കാട്ടിലെ തടി ദേവദാന എന്ന് പറയുന്ന അവസ്ഥയിലല്ലേ. ഇപ്പം ഇതിനകത്ത് ആർക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്നാന്ന് സാറേ. ഇപ്പം CM-നാണ് ലോ ആൻഡ് ഓർഡർ, നമ്മുടെ പോലീസിൻ്റെ വകുപ്പ് തന്നെ CM-നാണ്. CM-ന് അതോടൊപ്പം തന്നെ ഓൾ റൗണ്ടിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ DGP ആണ് അതിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു DGP ആർക്കെങ്കിലും അറിയാമോ? സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. DGP ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് സർക്കാരിൻ്റെ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എനിക്കത് പഠിക്കാതെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കേസിനകത്ത് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാം എന്നാണ് പറയുന്നത്. തീർച്ചയായും. ഒരുപക്ഷെ ഇതിനകത്ത് ബാഹ്യ സമ്മർദ്ദം എന്തെങ്കിലും ഇല്ല, ഇതൊക്കെ ഗുണ്ടകളല്ലേ, ഇവർക്കൊക്കെ എതിരെ എന്താണ് ബാഹ്യ സമ്മർദ്ദം വരുന്നത്? അല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആളുണ്ടെങ്കിലും. അല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അത് ഈ ലഹരി മാഫിയകളുടെ ആൾക്കാരാരെങ്കിലും ആയിരിക്കും. ഇവർക്കങ്ങനെ ഇവർ പുഷേഴ്സാണെങ്കിൽ, ഈ പ്രതികൾ ലഹരി സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡീലേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് എയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ആൾക്കാർ കാണുമായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇത്തരം കേസുകളിൽ പോലും ഭാഗ്യ സമ്മർദ്ദം വരാൻ സാധ്യത കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ രാഷ്ട്രീയമല്ല, ചിലപ്പോൾ എല്ലാവരും ഇടപെട്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സാർ പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മേലെ ഉദ്യോഗസ്ഥരൊക്കെ സ്ട്രോങ് ആണെങ്കിൽ പ്രശ്നമില്ലാതെ അത് കൃത്യസമയത്ത് ചാർജ് കൊടുക്കുവാനും ആ ഉദ്യോഗസ്ഥരെ തന്നെ കോടതിയെ സമീപിച്ച് ഇത് പെട്ടെന്ന് എൻ്റെ ട്രയൽ ആരംഭിക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റും, റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ കോടതികളത് പരിഗണിക്കും. അതിൻ്റെ കേസിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അവർ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ കേസും കൂടെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇവരുടെ ആദ്യത്തെ കേസ് നമ്മുടെ ഈ SC/ST കോടതി ചിലപ്പം പെട്ടെന്ന് വിചാരണ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നുകൂടെ കടുത്ത ശിക്ഷയായിരിക്കും അല്ലേ? ശിക്ഷ അത് എവിഡൻസ് വരുന്നതനുസരിച്ചായില്ലേ സാർ? അല്ല, ഈ ഇങ്ങനൊരു പരിഗണന ഉള്ളത് കൊണ്ട് ഇല്ല സാർ, അത് കോടതിക്ക് അങ്ങനെ ഒരു പരിഗണനയില്ല. കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ് പ്രധാനം. അല്ലാതെ ഈ SC/ST എന്നുള്ള ഒരു പരിഗണന അങ്ങനെയൊന്നും പരിഗണന അതൊരു മനുഷ്യൻ അല്ല. കോടതിയെ സംബന്ധിച്ച് ഇപ്പോൾ SC/ST ആയാലും നർക്കോട്ടിക് ആയാലും IPC സെക്ഷനായ 302 മർഡർ കേസിൻ്റെ സെക്ഷനായാലും ഏത് കേസ് വന്നാലും കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് പ്രധാനം. പോലീസും ഡിഫൻസ് സൈഡും ഹാജരാക്കുന്ന തെളിവുകൾ പരിഗണിച്ചിട്ട് ഏതിനാണ് ബാലൻസ് എന്ന് വെയിറ്റ് നോക്കിയിട്ടാണ് കോടതി വിധി പറയേണ്ടത്. അല്ലാതെ ഒരു പ്രോസിക്യൂഷൻ എന്നുള്ള നിലപാട് കോടതിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു അംബേദ്കറിൻ്റെ ഒരു ലഫ്രിയുടെ റോളാണ് കോടതിക്കുള്ളത്. രണ്ട് സൈഡും ഈക്വലായിട്ട് നോക്കിയിട്ട് ലീഗാലിറ്റി എവിടെയാണോ, എവിഡൻസ് എങ്ങനെയൊക്കെയാണോ ഒന്ന് പരിഗണിച്ചിട്ട് മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സെൻസേഷണൽ കേസാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ സാറേ നമ്മുടെ പീരിമേഡിലൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ അത് തെളിവുകളുടെ അഭാവം വന്നല്ലോ ആ പ്രതി വെറുതെ വിട്ടത്. സാറിൻ്റെ ശ്രദ്ധയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ അതിന് ഒരുപാട് ബഹളങ്ങളുണ്ടായി, കോടതിക്കെതിരെ വലിയ ഇതൊക്കെ വന്നല്ലോ. പക്ഷെ കോടതി നിസ്സഹായല്ലേ, കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ.
ആ ഒരു ബുദ്ധിമുട്ട് കോടതിക്കുമുണ്ട്. ഇനി എന്താ സാറേ? അല്ല, ഈ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് എന്തായിരിക്കും എന്നുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോലീസ് വളരെ വിജിലൻ്റാണ് ഈ കേസിൽ. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത്. എനിക്ക് എത്രയും പെട്ടെന്ന് അവർ ചാർജ് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. ചില ഓഫീസേഴ്സിനും ഒരു ചലഞ്ചായിട്ട് എടുക്കും അവർ. ഇത്തരം സെൻസേഷണൽ കേസ് വരുമ്പോൾ അവരുടെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഇതിനെ എടുത്തുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ചാർജ് കൊടുക്കാനാണ് സാധ്യത. എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് ചാർജ് കൊടുക്കാനാണ് സാധ്യത. ഇതിൽ എവിഡൻസുകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പ്രതികളെ പിടിക്കുവാനും മറ്റ് അതിൻ്റെ മെറ്റീരിയൽ ഓബ്ജക്റ്റുകൾ കളക്ട് ചെയ്യാനും ഒക്കെ പോലീസിന് സാധിച്ചു. എവിഡൻസ് നശിപ്പിക്കാനുള്ള അവസരം പ്രതികൾക്ക് കിട്ടിയില്ല. അതിനു മുമ്പ് അവരെ അറസ്റ്റ് ചെയ്തു. അതൊരു എനിക്ക് തോന്നുന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും താമസം ഇതിനകത്ത് വരില്ല. അതിനകത്ത് അല്ല, ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രയൽ നടത്തേണ്ട ഡ്യൂട്ടി കോടതിക്കല്ലേ? കോടതിക്കാണത്. അത് പോലീസിന് അവർക്ക് അതിൽ റോളൊന്നുമില്ല. ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ റോള് കഴിഞ്ഞു. പിന്നെ സമൻസ് ഇഷ്യൂ ചെയ്യുക, ട്രയൽ എന്ന് തുടങ്ങണമെന്ന് ഷെഡ്യൂൾ ചെയ്യുക, ഇതൊക്കെ കോടതിയുടെ ഡ്യൂട്ടിയിൽ വരുന്ന ഭാഗങ്ങളാണ്. കോടതി അതിന് വേണ്ടിയിട്ട് പോലീസിന് വേണമെങ്കിൽ റിപ്പോർട്ടൊക്കെ കൊടുക്കാം. എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാം. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല റിപ്പോർട്ട് കൊടുക്കുന്നതിൽ. ഇത്തരം കേസുകളിലെ പ്രതികൾ വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതേ സ്വഭാവമുള്ള ആവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ പെട്ടെന്ന് തുടങ്ങും. അതിനൊന്നും ബുദ്ധിമുട്ടില്ല.